ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം, അതിൻ്റെ ആദ്യത്തെ 11 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ദൈവമക്കൾ ശ്രദ്ധിക്കുക. അവൻ ഗന്നസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ട് ഇരിക്കയിൽ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശിമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണം എന്നവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിൽ ഇരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിന് വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു. ഇതിന് ശിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് 2 മുങ്ങുമാറാകുവോളം നിറച്ചു. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ ആകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോട് കൂടെയുള്ളവർക്ക് എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. ശിമോന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സെബദി മക്കൾക്കും അവണ്ണം തന്നെ. യേശു ശിമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവൻ ആകും എന്ന് പറഞ്ഞു. പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. ഈ ദൈവവചനത്തിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മൾക്കിത് വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. റോമാലേഖനമൊക്കെ നമുക്കത്ര പരിചയം ഇല്ലാത്തതാണ്. എന്നാൽ ഈ വേദഭാഗം സുവിശേഷത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളതാണ്. നമ്മളിൽ പലരും ഈ വചനങ്ങൾ എടുത്ത് ശുശ്രൂഷിച്ച ആളുകളെ ബലപ്പെടുത്തിയിട്ടുള്ളതാണ് എന്ന് ഞാൻ മനസ്സിലാക്കും. ആമുഖമായി ചില കാര്യങ്ങൾ ഞാൻ പറയാം. പ്രത്യേകിച്ച് ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന ശിഷ്യത്വ പരിശീലന ക്ലാസ്സിൽ ലൂക്കോസിൻ്റെ സുവിശേഷമാണ് നമ്മൾ നിരന്തരമായി ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. 4-ാം അധ്യായം പൂർത്തീകരിച്ച ശേഷം 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 4-ാം അധ്യായം കഴിഞ്ഞ് 5-ാം അധ്യായത്തിലെ സംഭവം നടക്കുന്നത് അതിനിടയ്ക്ക് എത്ര സമയം പോയി എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി നമുക്ക് അറിയില്ല. 4-ാം അധ്യായത്തിലെ ഓരോ സംഭവങ്ങളും ദൈവമക്കൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. പ്രത്യേകിച്ച് കർത്താവിൻ്റെ മാതൃപള്ളിയാകുന്ന നസ്രയത്തിൽ നിന്ന് ഒരു നെഗറ്റീവ് റെസ്പോൺസ് കർത്താവിനുണ്ടായി. അങ്ങനെ അവിടം വിട്ട് കഫർനൗമിൽ എത്തി. 4-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ ഗലീലയിലെ മറ്റൊരു പട്ടണമാണ് കഫർനഹൂം. കഫർനഹൂമിൽ കർത്താവ് ദൈവവചനം പഠിപ്പിച്ചു. മാത്രമല്ല, അവിടെ ഇരുന്ന ഒരാൾ ഭൂതം വെളിപ്പെട്ടു. കർത്താവ് അതിനെ ശാസിച്ച് പുറത്താക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയും. ഇതാണ് വാസ്തവത്തിൽ കഫർനഹൂമിൽ നടക്കുന്ന
ആദ്യത്തെ അത്ഭുതം. അതിന് തൊട്ടു മുൻപ് നസ്രയത്തിൽ നിന്ന് കർത്താവിനെ അവരെ തിരസ്കരിക്കുമ്പോൾ കർത്താവിനെ കൊല്ലുവാനായി ഭാവിച്ചു. പക്ഷെ കർത്താവ് അവരുടെ ഇടയിലൂടെ നടന്നു എന്ന് നമ്മൾ കാണുന്നു. അന്ന് ഞാനത് പറഞ്ഞിരുന്നു. അതെങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് എനിക്കറിയില്ല. ഒരു പക്ഷെങ്കിൽ അത്ഭുതം ആയിരിക്കാം. എന്നാൽ കഫർനൗമിൽ വന്നു കഴിഞ്ഞ് ലൂക്കോസ് നമ്മളോട് പറയുന്ന ആദ്യത്തെ അത്ഭുതമാണ് ഈ ഭൂതത്തെ പുറത്താക്കുന്ന അത്ഭുതം. 4-ാം അധ്യായത്തിൻ്റെ 38-39 വാക്യങ്ങളിൽ ആ പള്ളിയിൽ നിന്ന്, കഫർനൗമിലെ പള്ളിയിൽ നിന്ന് കർത്താവ് ശീമോൻ പത്രോസിൻ്റെയും അന്ത്രയോസിൻ്റെയും ഭവനത്തിൽ ചെന്ന് പത്രോസിൻ്റെ അമ്മായിയമ്മയെ സൗഖ്യമാക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. ജ്വരം ബാധിച്ചിരിക്കുന്ന ആ മാതാവിനെ കർത്താവ് സൗഖ്യമാക്കി. ഉടൻ തന്നെ അവർ എഴുന്നേറ്റ് കർത്താവിനെ ശുശ്രൂഷിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ ഇതെല്ലാം കഫർനഹൂമിൽ ഒരു ദിവസം നടന്ന അത്ഭുതമാണ്. അതിനെ തുടർന്ന് 40-41 വാക്യങ്ങളിൽ സന്ധ്യയാകുന്ന സമയത്ത് പത്രോസിൻ്റെ വീട്ടുമുറ്റത്ത് പട്ടണത്തിലുള്ള നിവാസികളെല്ലാം വരുന്നു. അവരുടെ എല്ലാവരുടെയും മേൽ കർത്താവ് കരം വെച്ച് അവരുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. ഭൂതങ്ങളെ യേശു കർത്താവ് പുറത്താക്കുന്നു. ഇതെല്ലാം ഒറ്റ ദിവസം നടന്നതാണ്. എന്നിട്ടാണ് 42 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയ്ക്കായി പോകുന്നതായിട്ടും നമ്മൾ പഠിച്ചത്. അങ്ങനെ കർത്താവിനെ അവിടെ കഫർനൗം നിവാസികൾ അവിടെ തന്നെ കർത്താവിനെ പിടിച്ചു നിർത്തുവാനൊക്കെ ഒരു ശ്രമം നടത്തി. പക്ഷേ കർത്താവ് പറഞ്ഞു, ഞാൻ എല്ലാ ഊരുകളിലും പോയി ദൈവരാജ്യം പ്രസംഗിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ കർത്താവ് ഗലീലയിലെ എല്ലാ സിനഗോഗുകളിലും കർത്താവ് ഒരു ഇറ്റിനറിയൻ പ്രീച്ചറായി കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ശരിക്കും ഇതെല്ലാം ലൂക്കോസ് പറയുന്നത് കർത്താവിൻ്റെ 2-ാം വർഷത്തെ പരസ്യ ശുശ്രൂഷയാണ്. 1-ാം വർഷത്തെ ശുശ്രൂഷ ലൂക്കോസ് ഇവിടെ എഴുതുന്നില്ല. അത് പഠിക്കുവാൻ താല്പര്യമുള്ളവർ യോഹന്നാൻ്റെ സുവിശേഷം 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ ആ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് പബ്ലിക് മിനിസ്ട്രിയിലെ 2-ാമത്തെ വർഷമാണ്. ഇവിടെ നമ്മൾ കാണുന്നത് പത്രോസ് ഉൾപ്പെടെ ഉള്ളവരെ കർത്താവ് വിളിക്കുന്നതായിട്ട് കാണുന്നു. ഇത് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുവാനായി മനസ്സ് പതറിപ്പോകാതെ ഹൃദയത്തെ തുറക്കേണ്ടത് ആവശ്യമാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമ്മൾക്ക് ആയിരിക്കണം. ഇവിടെ പ്രത്യേകിച്ച് പത്രോസിനോടാണ് കർത്താവ് സംസാരിക്കുന്നത്. പക്ഷേ മറ്റുള്ളവരും ഇത് കേൾക്കുന്നുണ്ട്, മറ്റുള്ളവരുമുണ്ട്. പ്രത്യേകിച്ച് 2 പടകൊക്കെ കർത്താവ് കാണുന്നു. യാക്കോബും യോഹന്നാനും സെബദി മക്കളൊക്കെ അവിടെയുണ്ട്. അപ്പൊ ഇവരെയൊക്കെ കർത്താവ് നേരത്തെ തന്നെ പരിചയപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കണം. അല്ലാതെ ആദ്യമായിട്ട് കർത്താവ് 5-ാം അധ്യായത്തിലല്ല ഇവരെ കാണുന്നത്. 4-ാം അധ്യായത്തിൻ്റെ 38 മുതലുള്ള വാക്യങ്ങളിൽ തന്നെ പത്രോസിന്റെ ഭവനത്തിൽ പോയിട്ടുണ്ടല്ലോ. അത് അന്ത്രയോസിന്റെയും ഭവനമാണ്. അന്ത്രയോസും പത്രോസും സഹോദരങ്ങളാണ്. അപ്പൊ ഇവരെയൊക്കെ കർത്താവിന് പരിചയമുണ്ട്. പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ആദ്യമായിട്ട് പത്രോസ് കർത്താവിനെ മനസ്സിലാക്കുന്നത് അന്ത്രയോസ് കർത്താവിനെ പരിചയപ്പെടുത്തുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 41-ാം വാക്യം, അവൻ തൻ്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ട അവനോട്, ഞങ്ങൾ മെശിയായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ ഒരു അനുഭവം പത്രോസിൻ്റെ ജീവിതത്തിലുണ്ട്. പത്രോസിനെ കർത്താവിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആൻഡ്രൂ ആണ്. അപ്പം ഇത് അവർ 2 പേരും കൂടെ ഒരു വോളണ്ടറി ഇൻട്രസ്റ്റ് എടുത്തതായി
മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല. രണ്ടാമത് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അത് തന്നെ മത്തായിയുടെ സുവിശേഷം 4-ന്റെ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പത്രോസിനെ വിളിക്കുന്നതായി അന്ത്രയോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഒക്കെ തന്നെ അനുഗമിക്കാൻ വിളിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. മർക്കോസ് 1-ന്റെ 21 മുതൽ 28 വരെയുള്ള കാര്യങ്ങൾ, അതായത് കഫർനഹൂമിലെ സിനഗോഗിൽ കർത്താവ് പ്രവേശിച്ചത് നമ്മൾ ലൂക്കോസ് 4-ന്റെ 31 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ കണ്ടു. അതിന് മുൻപ് നടന്ന സംഭവമാണ് മർക്കോസ് 1-ന്റെ 16 മുതൽ ഉള്ള കാര്യങ്ങൾ. അതിൻ്റെ വെളിച്ചത്തിലാണ് പീറ്റർ കർത്താവിനെ തൻ്റെ ഭവനത്തിൽ ക്ഷണിക്കുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇവിടെ ലൂക്കോസ് 5-ന്റെ ഈ ആദ്യത്തെ 11 വാക്യങ്ങളിൽ ഇത് പത്രോസിനോടുള്ള ബന്ധത്തിൽ യേശുവിൻ്റെ ഫൈനൽ കോളിംഗ് ആണ്. ഓരോ ഘട്ടങ്ങളിൽ പരിചയപ്പെട്ട ഘട്ടമുണ്ട്, കർത്താവിൽ വിശ്വസിച്ചു, പിന്നെ വിളി വന്നു, ഇങ്ങനെയൊക്കെ ഘട്ടങ്ങളുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് ആ ഫൈനൽ കോളാണ്. പൂർണ്ണമായി എല്ലാം വിട്ടുപിരിഞ്ഞ് കർത്താവിനെ അനുഗമിക്കുവാനുള്ള ആ ശ്രേഷ്ഠമേറിയ വിളിയും ആ വിളിയോടുള്ള പത്രോസിൻ്റെയും സംഘത്തിൻ്റെയും പ്രതികരണം കൂടെയാണ്. സ്തോത്രം. അപ്പം നേരത്തെ തന്നെ കർത്താവിൽ അവർ വിശ്വസിച്ചവരാണ്. പക്ഷേ ഇവിടെ അതിൽ ആഴത്തിലേക്ക് കാര്യം പോവുകയാണ്. അപ്പൊ ഇതിന് ശേഷമാണ് മത്തായിയൊക്കെ വിളിക്കുന്നതായിട്ട് 5-ാം അധ്യായത്തിന്റെ 27 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. മത്തായി അന്നേരം ടാക്സ് കളക്ടേഴ്സ് ഓഫീസിലൊക്കെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് പിന്നീടാണ് ചേഞ്ചുകളൊക്കെ ഉണ്ടാകുന്നത്. എന്നാൽ ഈ വിളിക്കുന്ന സമയത്ത് പത്രോസും കൂടെയുള്ള സഹോദരങ്ങളും മുക്കവന്മാരെന്ന നിലയിൽ മീൻപിടുത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് അവരെ വിളിക്കുന്നത് അവരെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ദൈവഹിതം അറിയിച്ച് അവരെ കൂടെ കൊണ്ട നടന്ന് പരിശീലിപ്പിക്കാനുള്ള ഒരു വിളിയാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാം വിട്ടുപിരിയാനുള്ള ഒരു വിളിയാണ്. വാസ്തവത്തിൽ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ ശിഷ്യൻ എന്ന നിലയിൽ അനുഗമിക്കുവാൻ ഉള്ള ഒരു വിളിയാണ്. ഇനിയും 1-ാം വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 1-ാം വാക്യം വായിക്കാം മോളെ. അവൻ ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ. നിർത്തണം. മലയാള ഭാഷയിൽ ഇല്ലാത്ത വാക്കുകൾ ആണ് ഇംഗ്ലീഷ് പരിഭാഷ തുടങ്ങുന്നത്. നിങ്ങളുടെ കയ്യിൽ ആരുടെ കയ്യിലും ഇംഗ്ലീഷ് വേദപുസ്തകമുണ്ടെങ്കിൽ ഒന്ന് വായിച്ചാട്ടെ. So it was. ചിലടത്ത് now it happened, വേറെ ചിലടത്ത് once while Jesus, വേറെ ഒരിടത്ത് NIV one day. ഞാൻ എന്തിനാണത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, സമയം നമുക്കറിയത്തില്ല. 4-ാമത്തെ അധ്യായത്തിൽ 38 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞിട്ട് എത്രമാത്രം സമയമാണ് എന്നുള്ളത് നമുക്കറിയില്ല. ലൂക്കോസ് പിന്നെ പിക്കപ്പ് ചെയ്യുകയാണ് ഒരു ദിവസം. അതൊന്ന് പോയിന്റ് ഔട്ട് ചെയ്യാൻ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ 4:44 രേഖയനുസരിച്ച് കർത്താവ് ഗലീലയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. 40-41 വാക്യത്തിൽ അവിടുന്ന് രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കുന്നു. അങ്ങനെ അധികം പുരുഷാരം കർത്താവിനെ അനുഗമിക്കുന്നുണ്ട്. അവിടുന്ന് ഗലീലയിൽ ചുറ്റി സഞ്ചരിക്കുകയാണ്. അത് നമ്മളെ സംബന്ധിച്ചോളം നമുക്കത് വലുതായിട്ട് തോന്നുന്നില്ലെങ്കിലും മത്തായിയുടെ സുവിശേഷം 4:15 പറയുന്നത് ഗാലിലി ഓഫ് ദ ജെന്റൈൽസ്, ധാരാളം ജാതിക പശ്ചാത്തലത്തിലുള്ള ആളുകൾ ഉള്ളിടത്തൂടെയാണ് കർത്താവിൻ്റെ ഈ ശുശ്രൂഷ കർത്താവ്
ഈ 2-ാം വർഷം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യണം. അപ്പൊ അവിടെ യഹൂദന്മാരില്ലെന്നല്ല പറഞ്ഞത്, യഹൂദന്മാരുടെ സംഘങ്ങളും അവിടെ ഉണ്ട്. ഗലീലയിലാണ് ഒത്തിരി ഡിസ്കോഴ്സുകൾ യേശുവിൻ്റെ നടന്നതും. ഏകദേശം 35ഓളമുള്ള അത്ഭുതങ്ങളിൽ ഭൂരിഭാഗവും ഗലീലയിലും പ്രത്യേകിച്ച് കഫർനഹൂമിലും ഒക്കെയാണ് നടന്നത്. ഗലീലയിലാണ് ഭൂരിപക്ഷം നടന്നത്. കഫർനഹൂമിലും ചില ഭയങ്കര അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ആ വാക്യത്തിലേക്ക് മടങ്ങി വരാം. അവൻ ഗന്നസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ, നമ്മുടെ മനസ്സിലേക്ക് അത് വരണം. നമ്മൾ ഗന്നസരത്ത് തടാകമൊന്നും കണ്ടിട്ടൊന്നുമില്ല. എന്നാൽ ഈ വാക്യം ഫോളോ ചെയ്ത് നമ്മൾ അതിനകത്താകണം. യേശു ഒരു തടാകത്തിൻ്റെ അരികിൽ നിൽക്കുകയാണ് ദൈവവചനം പ്രഘോഷിക്കാൻ. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ഗന്നസരത്ത് തടാകമെന്ന. ഗന്നസരത്ത് തടാകം എന്ന് ലൂക്ക് പറയുമ്പോൾ, നിങ്ങൾ സുവിശേഷങ്ങൾ വായിച്ചാൽ വ്യത്യസ്ത നിലയിലാണ് ഈ തടാകത്തെ വിവരിക്കുന്നത്. ഗലീല കടൽ എന്ന് പൊതുവെ ഇതിനെ അറിയപ്പെട്ടു. പഴയ നിയമത്തിൽ ചിന്നരത്ത് കടലെന്നും ചിന്നരോത്ത് എന്നും ഒക്കെ ഇതിനെ പറയുന്നുണ്ട്. സുവിശേഷങ്ങളിൽ തിബരിയാസ് കടലെന്നും പറയുന്നുണ്ട്. അത് പറഞ്ഞിട്ട് എന്നാ കാര്യം? പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. പമ്പയെ പമ്പ എന്ന് തന്നെ വിളിക്കാൻ ഒക്കുകയുള്ളൂ. പമ്പ നദിയുടെ പേരൊന്നും മാറത്തില്ല. പക്ഷെ നമ്മളിത് വേദോത്സവമൊക്കെ പഠിക്കുമ്പോൾ ഇത്രയൊക്കെ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ശരിക്കും ഇതൊരു കടലല്ല, തടാകമാണ്. ഇറ്റ്സ് എ ലേക്ക്. 13 മൈല് വീതിയുള്ള 7 മൈല് നീളമുള്ള ഒരു ഫ്രഷ് വാട്ടർ ലേക്കാണ് ഈ ഗന്നസരത്ത് തടാകം. അവിടെ യേശു നിൽക്കുകയാണ്. അപ്പോൾ 1-ാം വാക്യം ഒന്നുകൂടെ വായിക്കുക. ഒരു കാര്യം ഞാൻ പറയാം, ഒന്നും മനസ്സിലായില്ല. പിള്ളേർക്ക് മനസ്സിലാകും, അത്ര ലളിതമാണ്. പിന്നെ മനസ്സിലാകണ്ടായെങ്കിൽ ആർക്കും മനസ്സിലാകത്തില്ല. യേശു ഒരു തടാകത്തിൻ്റെ അരികെ നിൽക്കുക എന്ന് പറഞ്ഞാൽ പിടി കിട്ടുന്നില്ല. എന്താ ഗ്രീക്ക് പറഞ്ഞോ, ഹീബ്രു പറഞ്ഞോ? ഒന്നുമില്ലല്ലോ. ഗന്നസരത്തിനെ സീ ഓഫ് ഗാലിലി എന്നും വിളിക്കും. അതെങ്ങനെയാ? മനസ്സിലാകുന്നില്ലോ. അങ്ങനെ തോന്നിയോ? സ്തോത്രം. അതോ ഒത്തിരി അങ്ങ് സിമ്പിളായിപ്പോയി, അങ്ങ് കട്ടിയായ ആഹാരം. കട്ടിയായ ആഹാരം ഇതിനകത്തുനിന്ന് വിളമ്പാം, ഉൾക്കൊള്ളാൻ ഒക്കുമോ? നമ്മൾ ഒത്തിരി പേര് കൈയടിച്ചിട്ടുള്ള ഒരു പാസേജാ. സ്തോത്രം. വായിച്ച മോളെ. അവൻ ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന്. പുരുഷാരം എന്തുകൊണ്ടടുത്തു? ലൂക്കോസ് അത്രേ പറയുന്നുള്ളൂ, ദൈവവചനം കേൾക്കാനാണ്. അപ്പം നിങ്ങൾ ചോദിക്കുകയാണ്, പാസ്റ്റർ പക്ഷേ 4-ാം അധ്യായത്തിന്റെ അവസാനത്തിലൊക്കെ രോഗികളെ സൗഖ്യമാക്കുന്നില്ലേ? ഞാൻ പറയും ഉണ്ട്. ഭൂതത്തെ പുറത്താക്കുന്നില്ലേ? അയ്യോ ഉണ്ട്. അപ്പൊ പിന്നെ അതുകൂടെ അവർ ആഗ്രഹിച്ചില്ലയോ? ഞാൻ നിങ്ങളോട് ചേരുന്നു, ഉണ്ട്. പക്ഷെ ലൂക്കോസ് അത് ഹൈലൈറ്റ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. ഞാനും അത് വിശ്വസിക്കുന്നു. സ്തോത്രം. ദൈവവചനം കേൾക്കണം. അത് എന്തുകൊണ്ടാണെന്ന് പിന്നീട് ഞാൻ പറയാം. പക്ഷേ രോഗസൗഖ്യമാകണമെന്ന് അവർക്ക് ആഗ്രഹം തീർച്ചയായിട്ടും ഉണ്ട്. വന്ന എല്ലാവരെയും കൈവച്ച് സൗഖ്യമാക്കിയെങ്കിൽ ഇനി നമുക്കങ്ങ് പൂർണ്ണ ആരോഗ്യമുണ്ടെങ്കിൽ പോലും നമ്മുടെ ആരെങ്കിലും ആളുകളുണ്ടെങ്കിൽ കൊണ്ടുവരില്ലേ? ഭൂതത്തെ പുറത്താക്കുക, അപാര ശുശ്രൂഷ നടക്കുക ഗലീലയിൽ. അങ്ങനെ പുരുഷാരം, വലിയ പുരുഷാരം അവിടെ കൂടിയിരിക്കുകയാണ്. ഒരുപാട് വാക്യങ്ങൾ ഇങ്ങനെ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പുരുഷാരം ഉണ്ടായിരുന്നു എന്നുള്ളതുണ്ട്. അപ്പോൾ തന്നെ ഈ പുരുഷാരം വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. There was an explosion of people. ദൈവവചനമുണ്ട്, രോഗസൗഖ്യമുണ്ട്,
ഭൂതങ്ങളെ യേശു പുറത്താക്കുന്നു. അധികാരത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയും. ലൂക്കോസ് 4:14 യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലേക്ക് മടങ്ങിച്ചെന്നു. അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. എന്താണ് പരന്നത്? രോഗസൗഖ്യം അവിടുന്ന് ചെയ്യുന്നു. അവിടുത്തേക്ക് സകല വ്യാധികളുടെ മേലും ദീനത്തിൻ്റെ മേലും അധികാരമുണ്ട്. ഭൂതത്തെ പുറത്താക്കുന്നു. അന്ധകാര ശക്തികളുടെ മേലെല്ലാം അവിടുത്തേക്ക് അധികാരമുണ്ട്. ആളുകളെല്ലാം കൂടെ കൂടുകയാണ്. 4-ാം അധ്യായത്തിന് 37 അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാടെങ്ങും പരന്നു. പിന്നെ ഇത് ലൂക്ക് പറയുകയാണ്. അങ്ങനെ ആളുകൾ വിവിധ ഇടങ്ങളിൽ നിന്നും ഓടിക്കൂടുകയാണ്. ജീസസ് മിനിസ്റ്റർഡ് ടു ക്രൗഡ്. മറക്കരുത്, നോട്ട് ഓൺലി ടു ക്രൗഡ്, he would even go for a single person. ശമര്യക്കാരത്തി സഹോദരിയോട് സുവിശേഷം പറയുമ്പോൾ അവിടെ പുരുഷാരമൊന്നുമില്ല. ശിഷ്യനെന്ന നിലയിലൊക്കെ നമ്മൾ ഇത് മനസ്സിലാക്കണം. യേശുവിനെ അനുഗമിക്കുന്നവർ ഇത് മനസ്സിലാക്കണം. ഒരു സംഘം ജനമുണ്ടെങ്കിൽ മാത്രമേ ശുശ്രൂഷ വെളിപ്പെടൂ എന്ന മട്ടുണ്ടാകരുത്. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവം അയക്കുന്നിടത്ത് ദൈവരാജ്യം പ്രസംഗിക്കുക. യേശു ഒരാളോട് സംസാരിക്കാൻ, ആ ഒരു സഹോദരിയോട് സംസാരിക്കാൻ, he walked almost 20 miles. Every soul is precious to Jesus. ഇങ്ങനെ ഈ പുരുഷാരം വളർന്ന് വളർന്ന് വലിയ മാസീവ് ക്രൗഡ് ആകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നോക്കിയ 5-ാം അധ്യായം 19-ാം വാക്യം. പുരുഷാരം ഹേതുവായി അവനെ അകത്തു കൊണ്ടു ചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട് പുരമേൽ കയറി ഓട് നീക്കി അവനെ കിടക്കയോടെ നടുവിൽ യേശുവിന്റെ മുൻപിൽ ഇറക്കി വെച്ചു. എന്താ കാര്യം? പാരലൈസ്ഡ് പേഴ്സൺ, പുരുഷാരമാണ്. അങ്ങനെയൊക്കെ വലിയ കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യേണ്ടി വന്നു. ആരുടെ വീടാമ്മ? അനുവാദം ചോദിക്കാതെ എന്ത് ചെയ്തു? നിങ്ങളുടെ വീട്ടിൽ വല്ലതും അങ്ങനെ സംഭവിക്കുമോ? നിങ്ങൾ കേസ് കൊടുക്കും ഇല്ലേ? സുവിശേഷ വേലയൊക്കെ നിൽക്കട്ടെ, വീടിൻ്റെ മേളെല്ലാം കൂടെ ഇളക്കി ഒരു പാരലൈസ് ആളിനെ ഇറക്കി വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യും? നിങ്ങളുടെ മൈൻഡിൽ വരുന്നത് മനസ്സിലായി. കോൺക്രീറ്റാ പാസ്റ്റർ, ഇളക്കാനൊക്കത്തില്ലെന്ന്. ശരി. ഇങ്ങനെ ലൂക്കോസ് ഈ കാര്യം ഒത്തിരി ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ 12-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിൻ്റെ 1-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം, അതിനിടെ പുരുഷാരൻ തമ്മിൽ ചവിട്ടുവാൻ തക്കവണ്ണം ആയിരമായി തിങ്ങിക്കൂടിയപ്പോൾ, വാവ്, ശ്രുതി എല്ലായിടത്തും പടരുകയാണ്. ജീസസ് ഈസ് പ്രീച്ചിങ് ആൻഡ് ടീച്ചിങ് ദ വേർഡ്, ഹീലിംഗ് ദ സിക്ക് ആൻഡ് കാസ്റ്റിംഗ് ഔട്ട് ഡീമൺസ്. അപ്പൊ ഇവരെല്ലാവരും വിശ്വാസത്തിൽ വന്നെന്നല്ല ഞാൻ പറഞ്ഞത്, തെറ്റിദ്ധരിക്കരുത്. യേശു ദൈവരാജ്യം പ്രസംഗിച്ചു, അത് കേൾക്കുവാനും രോഗസൗഖ്യം ലഭിക്കുവാനും ദുഷ്ടന്റെ പോരാട്ടങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനുമായി ആളുകൾ ഓടിക്കൂടി. എല്ലാവരും വിശ്വാസത്തിൽ വന്നു എന്ന് അതിന് അർത്ഥം ഇല്ല. അപ്പൊ പുരുഷാരം എന്തിനു വന്നു? ദൈവവചനം കേൾക്കേണ്ടതിന്. ഇവിടെ അല്പം ഒന്ന് ശ്രദ്ധിക്കണം. ദൈവവചനം കേൾക്കേണ്ടതിന്. ലൂക്കോസ് എന്താ ഇത് മാത്രം പറയുന്നത്? നമ്മൾ മേൽഭാഗം കൂടെ ചിന്തിച്ചിട്ട് അതുകൂടെ ഉൾപ്പെടുത്തി ന്യായമായിട്ടും അങ്ങനെ ആയിരിക്കും നടന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്നു. തെറ്റൊന്നുമില്ല. പക്ഷെ ലൂക്കോസ് എന്ന എഴുത്തുകാരന് പറയാനുള്ളത് ഈ പ്രത്യേക കാര്യമാണ്. വൈ? ലൂക്കോസിനെ ആത്മാവ് നടത്തുന്നത് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിലെ പ്രയോറിറ്റി എന്താണ് അത് ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. The crowds came to hear him speak the word. ഞാനത് സംബന്ധിച്ച് കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാം. ഇപ്പൊ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിലെ ഒരു പ്രൈമറി മിനിസ്ട്രി ആയിട്ട് ലൂക്ക ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയാണ്. അപ്പൊ ദൈവവചനം എന്ന ആ വാക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത് അവിടുന്ന്
തലേ രാത്രി ധ്യാനിച്ച് ഒരു പ്രസംഗമൊക്കെ തയ്യാറാക്കി ഒത്തിരി റെഫറൻസ് ബുക്കൊക്കെ നോക്കി അവിടുന്ന് ടാബ് പിന്നന്നില്ല എഴുതി ഒരു പ്രസംഗം കൊണ്ടുവന്ന് പ്രസംഗിച്ചു എന്ന അർത്ഥമല്ല. ദൈവവചനം കേൾക്കുക, they came to hear the word of God എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥമാക്കുന്നത് അവിടുന്ന് തിരുവായി മൊഴിഞ്ഞ് സംസാരിക്കുമ്പോൾ ദൈവം ക്രിസ്തുവിൽ സംസാരിക്കുക. Jesus becomes the source of the word of God എന്ന അർത്ഥമാണ്. When Jesus speaks, God speaks. അതാണ് ലൂക്ക് പറയുന്നത്. തിരുവായി മൊഴിഞ്ഞ് സംസാരിക്കുന്നത്, അവിടുന്ന് വായ തുറന്നാൽ God speaks. അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ, because Jesus is God. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 49-ാം വാക്യം ഇവിടെ ഇരിക്കുന്നവർക്ക് പരിചയമുള്ള വാക്യമാണ്. ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. യേശു സംസാരിക്കുമ്പോൾ ദൈവം സംസാരിക്കുക. ആ അർത്ഥത്തിലാണ് പുരുഷാരം ദൈവവചനം, ഗോഡ് ഈസ് സ്പീക്കിംഗ്. എന്താണ് പ്രസംഗിച്ചത് ലൂക്ക് പറയുന്നില്ല. എന്നാൽ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നസ്രയത്ത് പള്ളിയിൽ യെശയ്യാ പ്രവചനം 61-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ മനുഷ്യരുടെ ആത്മരക്ഷയോടുള്ള ബന്ധത്തിൽ ദൈവരാജ്യത്തിന്റെ സുവിശേഷമായിരിക്കാനാണ് ഏറ്റവും സാധ്യത എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മനുഷ്യൻ പാപിയാണ്, പാപത്തിൽ നിന്നുള്ള വിടുതൽ എന്നത് കർത്താവിൻ്റെ മുഖ്യ വിഷയമാണ്. ആത്മാവിലെ ദാരിദ്ര്യം, ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവർ, ആത്മാവിലെ കുരുടർ, ആത്മാവിലെ ബോണ്ടേജിലായിരിക്കുന്നവർക്ക് വിടുതലുണ്ട് എന്ന സന്ദേശം ആണ് അവിടുന്ന് പറഞ്ഞത് എന്ന് ന്യായമായി നമുക്ക് ചിന്തിക്കാൻ കഴിയും. നമ്മൾ 1-ാം വാക്യത്തിലാകട്ടോ, ആ 1-ാം വാക്യം വായിക്കുമ്പോൾ ഏറ്റവും അവസാന ഭാഗം, അവനെ തിക്കിക്കൊണ്ടിരുന്നെന്ന് പുരുഷാരം. അവർ വചനം കേൾക്കാനാ വന്നത്. ഈ വചനം കേൾക്കാൻ വന്നവർ തിക്കിക്കൊണ്ടിരുന്നു. കർത്താവ് ഈ തടാകത്തിന്റെ അറ്റത്ത് നിൽക്കുക, ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ തിക്കുകയാണെങ്കിൽ വെള്ളത്തിൽ പോത്തില്ലേ? അങ്ങനെ അങ്ങ് ആവേശമായി. ടു ഹിയർ ദ വേർഡ് എന്ന് പറഞ്ഞാൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന് ഇപ്പോൾ ആ ശുശ്രൂഷ ആ നിലയിൽ തുടരാൻ കഴിയാത്തതുപോലെയുള്ള the people were pressing on him. സ്തോത്രം. 2-ാം വാക്യം, 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻ പിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. അപ്പൊ ഇങ്ങനെ തിക്കിത്തെറിയുന്നതിന്റെ നടുവിൽ കർത്താവ് ഒബ്സർവ് ചെയ്യുക 2 പടക്. ഈ 2 പടകെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഓർക്കല്ലേ, ഈ നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ ചെറിയ വെള്ളം പൊങ്ങെന്ന് പറഞ്ഞാൽ ഒരുത്തൻ ഇറങ്ങി ഈ തുഴയുന്ന ചെറിയ വെള്ളമല്ല. മീൻപിടുത്തത്തിലുള്ള വെള്ളം വെച്ച ബിഗ് ബോട്ട്. ശിഷ്യന്മാരൊക്കെ ചില അവസരങ്ങളിൽ ഒരുമിച്ച് കർത്താവിൻ്റെ കൂടെ സഞ്ചരിച്ച ബിഗ് ബോട്ട്സ്. അങ്ങനെയുള്ള ബോട്ടിൽ 2 എണ്ണമാണ് കർത്താവ് കണ്ടത്. പക്ഷെ അതിനകത്ത് നിന്ന് ഈ മുഖവന്മാരൊക്കെ ഇറങ്ങി അവരുടെ വല, മീൻപിടുത്തക്കാരി വല കഴുകുകയാണ്. അതെന്താ വല കഴുകുന്നത്? ഗലീല തടാകത്തിൽ മീൻ പിടിക്കുന്ന സമയം മിക്കപ്പോഴും രാത്രിയിലാണ്. അതവിടെ മാത്രമല്ല, രാത്രിയിൽ ഈ മീൻ ആഴങ്ങൾ വിട്ട് അവർ മുകളിലേക്ക് വരുന്ന ഒരനുഭവമുണ്ട്. പ്രത്യേകിച്ച് ഗലീല തടാകത്തിൽ ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫിഷർമെൻ രാത്രിയിലാണ് അവർ മീൻ പിടിക്കുന്നത്. പക്ഷെ ഈ പ്രത്യേക അന്തരീക്ഷത്തിൽ അവർക്കൊന്നും കിട്ടിയില്ല രാത്രിയിൽ പിടിച്ചിട്ട്. അവരുടെ എക്സ്പെർട്ടൈസ് അവർക്കുണ്ടെങ്കിലും
അങ്ങനെ മീൻപിടുത്തത്തിൻ്റെ പാരമ്പര്യം ഉണ്ടെങ്കിലും അവരുടെ ആ വർക്ക് അന്ന് ഇഫക്റ്റീവ് ആയില്ല. അങ്ങനെ രാത്രി മുഴുവനും ഉറക്കളച്ച ഈ മീൻപിടുത്തക്കാര് രാവിലെ ഉപകരണങ്ങൾ കഴുകണം, കഴുകി നീറ്റായിട്ട് വെക്കണം. എൻ്റെ മനസ്സിലങ്ങ് വരുന്ന പറയാം, ഇതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അതായത് ഷർട്ട് ഊരി അങ്ങോട്ടിട്ടു, ഇങ്ങോട്ടിട്ടു, അങ്ങനല്ല. ചിലർ ഉപകരണം പോലും അങ്ങനെ, ബൈബിള് പോലും അങ്ങനെയല്ലേ. ഇത് ഏടി ബൈബിള്. അടുത്ത ദിവസവും മീൻ പിടിക്കാൻ ഇറങ്ങണം. അവ ക്ലീൻ ചെയ്ത് അറ്റകുറ്റപ്പണി വല്ലതും ഉണ്ടെങ്കിൽ അത് തീർത്ത് ഭംഗിയായി ഉണക്കി അവരത് വെക്കും. രാത്രി പിന്നെ ഇറങ്ങണം. കട്ടിപ്പണിയാണ് മീൻപിടുത്തക്കാരുടെ. നമുക്ക് ആ പണിയൊന്നുമല്ല. നമുക്കെന്താ പണി? ആരാണ്ടുടെ മനസ്സിൽ വന്നത് ഞാനങ്ങ് പറയാം. പ്രത്യേകിച്ചൊരു പണിയും അവയിൽ നിന്ന് പിന്നെ ഇവൻ വന്നതോടുകൂടി ഒത്തിരി പണി ഇപ്പം ഉണ്ട്. അവയിൽ നിന്ന് മീൻപിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. അതാണ് അവരുടെ പതിവ്. ഇപ്പം ഈ മീൻപിടുത്തക്കാരെന്ന് പറഞ്ഞാൽ ശിമോൻ പത്രോസ് ഉണ്ട്, സഹോദരൻ അന്ത്രയോസ് ഉണ്ടാകും, യാക്കോബും യോഹന്നാനുമുണ്ട്. അവരാണ് ഈ ക്രമീകരണം ചെയ്യുന്നത്. കാരണം ഇങ്ങനെ അവർ കഴുകിയില്ലെങ്കിൽ ഈ വല പെട്ടെന്ന് ഉപയോഗശൂന്യമായി പോവും, പൊട്ടിപ്പോവും. അതുകൊണ്ട് നീറ്റായിട്ട് ചെയ്യുകയാണ്. 3-ാം വാക്യം, ആ പടകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. ശ്രദ്ധിച്ചു കേൾക്കണം. ഗന്നസരത്ത് തടാകത്തിൻ്റെ അരികിൽ യേശു നിന്ന് പ്രസംഗിക്കുന്നു. ജനം തിക്കുന്നു. 2 പടക് കാണുന്നു. ശിമോൻ്റേതിൽ കയറുന്നു. ആദ്യത്തെ നിർദ്ദേശം അല്പം കൂടെ. അതെന്തിനാണ് അല്പം നീക്കണമെന്ന് ആവശ്യപ്പെട്ടത്? ഈ തിക്കുന്ന പുരുഷാരത്തിൽ നിന്ന് അല്പം ഒഴിഞ്ഞു നിന്നാൽ ശുശ്രൂഷയ്ക്ക് ഭംഗം കൂടാതെ പിന്നെയും ദൈവത്തിൻ്റെ വചനം പറയാം. അതിനു വേണ്ടിയുള്ള ഒരു ക്രമീകരണമാണിത്. അവരുടെ ആ തിക്കിൽ നിന്ന് മാറുക, അപ്പോൾ തന്നെ ദൈവവചനം ശുശ്രൂഷിക്കുവാനുള്ള ഒരു സേഫ് സ്ഥലം. ഇപ്പൊ എവിടെ ഇരുന്നുകൊണ്ടാണ് ശുശ്രൂഷ? നമുക്കാണെ പ്രസംഗം വരുമോ? ഇതെന്താ ഇങ്ങനെ? അതാണ് വിഷയമില്ല. ഫ്ലോട്ടിംഗ് പുൾപിറ്റ്. ഇതിപ്പോ ഫ്ലോട്ട് ചെയ്യല്ലേ. ഇതെന്താ? പ്രത്യേകിച്ച് പിടിച്ചിട്ടുണ്ട് ഞാൻ. ഇവിടെ കർത്താവ് പത്രോസിനെയാണ് കേന്ദ്രീകരിക്കുന്നതായിട്ട് ലൂക്കോസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതെന്താകും? ഒരുപക്ഷെങ്കിൽ പത്രോസാണ് 12 നേതാവായിട്ട് വരാൻ പോകുന്നത് എന്ന നിലയിൽ ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് പത്രോസിനെ കൊണ്ടുവരാൻ വേണ്ടി പീറ്ററിനെ ടാർഗറ്റ് ചെയ്യുന്നത് പോലെ നമുക്കിതിനകത്തൊന്ന് തോന്നും. അതുകൊണ്ടായിരിക്കാം അന്ത്രയോസിനെയൊക്കെ ഇപ്പോൾ താൽക്കാലികമായി ഒഴിവാക്കുന്നത്. സ്തോത്രം. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. ഇവിടെ ഒരല്പസമയം ശ്രദ്ധിക്കുക. ദൈവവചനം കേൾക്കാനാണ് ജനം വന്നത്. അവിടുത്തെ വചനം പറയായിരുന്നല്ലോ, പിന്നെന്ത് പറ്റി? ഈ തിക്കും തിരക്കൊക്കെ ഉണ്ടായപ്പോൾ കർത്താവ് പടകിൽ കയറി. സ്തോത്രം പറ. സ്തോത്രം. ഒരു സെഷൻ മുഴുവനും ദൈവവചനം പറയല്ലായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഈ പടകിനകത്ത് കയറി ഇതല്പം കൂടെ നീക്കാൻ പറഞ്ഞു. ഇനിയെന്തോ വചന ശുശ്രൂഷ? എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇല്ല, ഇനിയും പറയാനുണ്ടോ? ഇതെന്തുവാ ഇത്? എപ്പോഴും വചനം, ഞായറാഴ്ച വചനം, ഉപവാസ പ്രാർത്ഥന വചനം,
കോട്ടേജ് മീറ്റിംഗ്, വചനം 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 വചനം. ഞാൻ ഈ ചർച്ചയിൽ നിന്ന് പോവാ കേട്ടോ. പോണം സാർ, ഇവിടെ വചനമേ ഉള്ളൂ. വചനം ഉള്ളതിനായി സ്തോത്രം. അത് മനസ്സിലാക്കുന്നവരെ ഇതിനകത്ത് നിൽക്കത്തുള്ളൂ. അപ്പോൾ ലൂക്കോസ് പറയുന്നതനുസരിച്ച് യേശുവിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് വചന കേന്ദ്രിതമാണ്. അവിടെ വരുന്ന എല്ലാവരെയും തമാശ പറഞ്ഞ് ഇളക്കുകയോ അവരുടെ കൈയടിച്ച് ആരാധിക്കുക, കൈയടിച്ച് ആധാരം. കാരണം ഞാൻ ദൂത് വെളിപ്പെടുന്നില്ല ബ്രദറെ. യേശുവിന് ഫ്ലോട്ടിംഗ് പുൾപ്പിറ്റാണേലും ദൂത് വെളിപ്പെട്ടു. പത്രോസേ, എവിടെയാണോ നിന്റെ കീബോർഡ്? നീ വായലിടാ, ഞാൻ ദൂത് വരട്ടെ. ഈയിടെ അത് സാധുക്കൾ ചിന്തിക്കുന്നത് അഭിഷക്തന് വായിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു വാക്യമാണ് പഴയ നിയമത്തിൽ നിന്ന്. പ്രവാചകന്റെ അടുത്ത് ആളുകൾ വന്നപ്പം എന്ത് ചെയ്തു? വീണ വായിച്ചു, അപ്പോൾ ദൂത് വന്നു. അതുകൊണ്ട് പഴയ നിയമ പ്രവാചകൻ എൻ്റെ മോഡലാണ്. എപ്പോഴും ഇങ്ങനെ. അങ്ങനെയാണെങ്കിൽ അർപ്പിത്തിന് വീട്ടിൽ പോകാൻ ഒക്കും. ഇങ്ങനെ ഇത് വായിച്ചുകൊണ്ടിരിക്കുക, നമ്മളിങ്ങനെ ദൂത് പറയാം. ഇതൊക്കെയാണോ പഠിച്ചു വെച്ചേക്കുന്നത്? ജീസസ് ഈസ് ഗോഡ് ഇൻ ഹ്യൂമൻ ഫ്ലഷ്. എന്നേക്ക് നിലനിൽക്കുന്ന നിത്യമായ ദൈവവചനത്തിന്റെ വെളിപ്പാടുകളുടെ കലവറകൾ അവിടുന്ന് തുറക്കുകയാണ്. ഹി ഡസ് നോട്ട് നീഡ് എനി കീബോർഡ്. ആരുടെയും കൈയടി, ഏലായിടുന്ന പ്രോത്സാഹനങ്ങളും അവിടത്തേക്ക് ആവശ്യമില്ല. പീപ്പിൾ ആർ ക്വയറ്റ്ലി സ്റ്റാൻഡിങ് ആൻഡ് ലിസണിങ് ടു ഗോഡ് സ്പീക്കിംഗ്. ബ്രദറുകാരുടെ വിട്ടിരിക്കുന്നു. ആന്നോ? പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ബൈബിളാണ് ഉദ്ധരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ മലയാളി ക്രൗഡിനോട് ബാലൻസ് ചെയ്യണം. അപ്പൊ ഒരാൾ കൈയടിച്ച പാപിയായോ? ഇല്ലെന്നേ. പക്ഷെ ആ കൈയടി വേണ്ട പ്രസംഗിക്ക്. അതാ പറഞ്ഞതിൻ്റെ അർത്ഥം. കയ്യടി ഇല്ലെങ്കിൽ ദൂത് ബന്ധിക്കപ്പെട്ടു, കാർമേഘ പടലം കാണുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം അമ്മമ്മമാരെ, നിങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാ പല പ്രസംഗികളും നിന്ന് പോകുന്നത് കേട്ടോ. ദൂത് വെളിപ്പെടുന്നില്ലെന്നും ആഞ്ഞു പ്രാർത്ഥിച്ചെന്നും കൈ അടിച്ചെന്നും. നിങ്ങൾ കൈ അടിക്കുമ്പോഴാണോ ദൂത് വെളിപ്പെടുന്നത്? കൊള്ളാമല്ലോ. സ്തോത്രം. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. ഹി ഈസ് അഗെയിൻ ടീച്ചിങ് ദ പീപ്പിൾ. മിറക്കിൾസ് ഉണ്ട്, ഭൂതത്തെ പുറത്താക്കുന്നുണ്ട്. ലിസൺ, മിറക്കിൾ നടന്നു, ടീച്ചിങ് ഇല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. ഭൂതപുരത്തിൽ പുറത്തായി, പക്ഷേ വചനം അവൻ അറിയത്തില്ലെങ്കിൽ he will still go to hell. വചനത്തിന്റെ കേൾവിയാൽ, സുവിശേഷത്തിന്റെ കേൾവിയാലാണ് ഉള്ളിൽ വിശ്വാസം ഉണ്ടാകുന്നത്. ഒരുപാട് ആളുകൾ ചിന്തിക്കുന്ന ഇവിടെ അങ്ങോട്ട് മുടനം നടന്ന ഉള്ളവരെല്ലാം കൂടെ വരുമെന്ന്. നോ നോ നോ. മുടനം നടക്കുന്ന നല്ലതാ ആള് കൂടാൻ. അന്നേരം വചനം പറയണം. വചനത്തിന്റെ കേൾവിയാൽ അവരിൽ വിശ്വാസം ഉളവാകുമ്പോൾ വിശ്വാസത്താലാണ് ദൈവം നീതീകരിക്കുന്നത്. He taught the word. സ്തോത്രം. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതുപോലെ നിങ്ങൾ കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ കാര്യം? യേശുവിൻ്റെ ശുശ്രൂഷയിലെ ഒരു പ്രൈമറി കാര്യം ദൈവവചനമാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. എന്നാൽ ഇവിടെ ശുശ്രൂഷയ്ക്ക് തടസ്സം വന്നു എന്ന് നമുക്കറിഞ്ഞു. ആളുകൾ തിക്കുകയാണ്. പടകിൽ കയറി അല്പം കൂടെ നീക്കി, നിർത്തത്തില്ല. അതിൻ്റെ അർത്ഥം എന്താ? റിലന്റ്ലെസ്, പെർസിസ്റ്റന്റ്. പിതാവ് ഏൽപ്പിച്ചത് മുഴുവൻ പറയും. അതാണ് ദൈവവചന ശുശ്രൂഷ. പ്രൈസ് ദി ലോർഡ്. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും
ദൈവവചന പഠനത്തിനും പ്രസംഗത്തിനുമൊക്കെ ഏതൊക്കെ കാര്യങ്ങൾ പൊങ്ങി വന്നാലും നിർത്തത്തില്ല കർത്താവ്. ഹി കണ്ടിന്യൂ ടു ടീച്ച്. പ്രൈസ് ദി ലോർഡ്. പ്രധാന കാര്യം ഇതാണ്. അവിടുന്ന് വന്നത് പ്രൈമറിലി 2 രോഗിയെ സൗഖ്യമാക്കിയിട്ട് പോകാനല്ല, കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനാണ് മനുഷ്യപുത്രൻ വന്നത്. പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കാനാണ് അവിടുന്ന് വന്നത്. പ്രൈസ് ദി ലോർഡ്. സോ ഹി കെപ്റ്റ് പ്രീച്ചിങ്. ഇന്ററപ്ഷൻ ഉണ്ടെങ്കിലും ടീച്ചിങ്ങും പ്രീച്ചിങ്ങും നടക്കുകയാണ്. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയെ ദൈവവചനത്തിൽ കണ്ടാൽ ദേവാലയത്തിൽ അവിടുന്ന് പ്രസംഗിച്ചു, പള്ളികളിൽ പ്രസംഗിച്ചു, തടാക അരികത്ത് നിന്നുകൊണ്ട് പ്രസംഗിച്ചു, വീടുകളിൽ കയറി പ്രസംഗിച്ചു. എവ്രിവെയർ ഹി വാസ് പ്രീച്ചിങ് ദ വേർഡ്. ഇവിടെയുള്ള എല്ലാവരുടെ ഹൃദയത്തിനകത്ത് we are following Jesus Christ. ദൈവവചനത്തിന് സെക്കൻഡറി റോൾ അല്ല. 22 വർഷമായി ഇവിടെ ചർച്ചായിട്ട് we have preached the word of God. അതിൽ 15-16 വർഷമായിട്ട് really going to the word, explaining the word. We are following Jesus Christ. രോഗികൾ വന്നാൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. We believe that God heals the sick. It is not us who heal, God heals. ദൈവം പ്രകാശിപ്പിക്കുന്ന ദൈവവചനത്തെ ക്രമീകൃതമായി പഠിപ്പിക്കുവാനുള്ള ദൗത്യം സഭയായി ഏറ്റെടുത്തിരിക്കുക. ആകയാൽ ആ ദർശനം നമ്മുടെ ഉള്ളത്തിലില്ലെങ്കിൽ നാട്ടിൽ നടക്കുന്ന പല പരിചയങ്ങളിൽ നമ്മൾ നിൽക്കും. And you will feel we are some sort of odd people. ഒരു കാലത്ത് പെന്തക്കോസ്തൽ സത്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയ പിതാക്കന്മാർ ദൈവവചന വെളിപ്പാടാണ് പ്രഘോഷിച്ചത്. കാലം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ പല കാര്യത്തിനും അയവ് വരുത്തി. എന്താണ്? ദൈവവചനത്തിന്റെ കേൾവിയിൽ കുത്തുകൊള്ളും. പണമേറ്റവും തരുന്ന ആളിന് കുത്തുകൊണ്ടാൽ പണം തരത്തില്ല, പ്രശ്നമാണ് സഭയിൽ. എന്നാ പിന്നെ നമുക്ക് കുറച്ചുകൂടെ തമാശയൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകാം. അങ്ങനെ ദൈവവചന ശുശ്രൂഷകളിൽ നിന്ന് പലരും മാറിപ്പോയി. പ്രിയരെ, ഇങ്ങനെയല്ലായിരുന്നു ആദ്യം. നമ്മുടെ പിതാക്കന്മാർ they spoke the word with clarity and boldness. അതെന്താണ്? Because they followed our Lord Jesus Christ. അവിടുന്ന് പെർസിസ്റ്റന്റായി ദൈവത്തിൻ്റെ വചനം സത്യത്തെ വിളംബരം ചെയ്യുന്നു. എൻ്റെ കേൾവിക്കാരായ നിങ്ങളോടേവരോടും ദൈവസഭയോട് ഇവിടെ ഇരിക്കുന്നവർ ഓൺലൈനിലുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഈ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, നമുക്ക് മുൻപ് നടന്ന ശുശ്രൂഷയുടെ മാതൃക കാണിച്ച ഈ കർത്താവ് തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ട, ഉയർത്തെഴുന്നേറ്റ ശേഷം ഗ്രേറ്റ് കമ്മീഷൻ മഹാനിയോഗത്തിൽ നമ്മോട് പറയുന്നത് പോകുക, പുറപ്പെട്ടു പോകുക, ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ. സുവിശേഷം കേട്ട് അനുദപിച്ച് അകത്ത് വരുന്നവരെ സ്നാനപ്പെടുത്തണം, എന്നിട്ട് പിന്നെയും പഠിപ്പിച്ച് യേശുവിന്റെ ശിഷ്യരാക്കണം. That's what we are following, people. Praise the Lord. അല്ലാതെ ആരെങ്കിലും ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ ആങ്ങടി മോളെ അങ്ങനാടി എന്നും പറഞ്ഞ് പോകരുത്. അവർക്കറിയില്ല. സ്തോത്രം. ദൈവത്തിന്റെ വചനം അവിടുന്ന് പിന്നെയും പഠിപ്പിച്ചു. 4-ാം വാക്യം, സംസാരിച്ച് തീർന്നപ്പോൾ, അതുവരെയാ സംസാരിക്കുന്നത്. പാസ്റ്ററെ, പ്ലീസ് ഡോണ്ട് അപ്ലൈ ടു യുവർ സെൽഫ്. അതാ എല്ലാവരുടെയും പ്രാർത്ഥന. സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശിമോനോട്, സൈമൺ ഇസ് ഇൻ ദ ഫോക്കസ്.
ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു. ഡീപ്പർ വാട്ടേഴ്സിലേക്ക് പോവുക. പത്രോസ് വാസ്തവത്തിൽ അങ്ങനെ ചെയ്യുമോ? കാരണം നിരാശപ്പെട്ട് നിൽക്കുക. പക്ഷെ കർത്താവ് നേരിട്ട് പത്രോസിനോട് ഇത് പറയുക. അതിന് ശിമോൻ 5-ാം വാക്യം അവിടെ ശ്രദ്ധിക്കണേ, നാഥ. ശ്രദ്ധിക്കാനേ പറഞ്ഞുള്ളൂ, കാരണം കുറച്ച് കഴിഞ്ഞ് വേറൊരു വാക്ക് വിളിക്കും. നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ, അധ്വാനിച്ചു എന്ന വാക്കിന്റെ അർത്ഥം അവിടെ നമ്മുടെ ഒരു ഭാഷയുണ്ടല്ലോ, എല്ലുമുറിയ പണി. അതിന് തത്തുല്യമായൊരു വാക്ക എന്ന് പറഞ്ഞാൽ, പണിയെടുത്ത് കുഴപ്പി ഇനി അകത്ത് ജീവനില്ല, അതുപോലെ പണിത് രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും. എന്തോ പറഞ്ഞത്? ആഴത്തിലേക്ക്. 4-ാം വാക്യം അങ്ങനല്ലേ? നീക്കി മീൻ പിടുത്തത്തിന് വല ഇറക്കുക, ആഴത്തിലേക്ക് ഇറക്കുക. അതിന് പറയുന്ന മറുപടിയുടെ ആദ്യ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, കർത്താവേ, ഇത് ആഴത്തിലിറങ്ങുക, മീൻ പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. ഞങ്ങളെ അറിയത്തില്ലേ അവിടത്തേക്ക്? പ്രൊഫഷണൽ മീൻപിടുത്തക്കാരാണ്. രാത്രിയിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ടൈമിനാണ് ഞങ്ങൾ ഇതെല്ലാം ഇറക്കിയത്. ഒന്നും കിട്ടിയില്ല. ഒന്നുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഒന്നും കിട്ടിയില്ല. കർത്താവേ, ഞങ്ങൾക്കറിയാം അങ്ങ് കാർപ്പൻ്റർ, ആശാരിയ, ഞങ്ങളുടെ പ്രൊഫഷനായത്. അവിടുന്ന് പ്രസംഗിക്കുകയൊക്കെ ചെയ്യുക. പഠിപ്പിന് ഞാൻ കേട്ടു, സൂപ്പർ. പക്ഷേ ഇത് ലെവല് വേറെയാ. ലെറ്റ് us ഹാൻഡിൽ ദിസ് എന്ന് ചിന്തിച്ച് കാണും. നാഥ, രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചിട്ട് ഒന്നും. അടുത്ത വാക്കാണ് എങ്കിലും. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ലോജിക്കലി, യുക്തിപരമായി ചിന്തിച്ചാൽ എനിക്ക് മനസ്സിലാകുന്നില്ല. എടാ, രാത്രി മുഴുവൻ വല കഴുകിക്കൊണ്ടിരിക്കുക, അപ്പോൾ തന്നെ ഇങ്ങോട്ട് എത്ര മണിയായെന്നുള്ളത് അറിയത്തില്ല. 11-12 ആയാൽ മീൻ കിട്ടുക എന്ന് പറയുന്നത് അവിടെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ന്യായമായിട്ട് തന്നെ. എങ്കിലും ആ എങ്കിലും പത്രോസിന്റെ ലൈഫിനെ മാറ്റിയതാണ്. ഒരു ശിഷ്യനെ സംബന്ധിച്ചോളം അങ്ങനെ. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മെനി തിങ്സ്. ഓർക്കുന്നുണ്ടോ യോഹന്നാൻ 13 കർത്താവ് പറഞ്ഞത്? ഇപ്പോൾ നീ അറിയുന്നില്ല, പിന്നീട് അറിയും. ചില കാര്യങ്ങൾ നമ്മുടെ എന്താ കർത്താവ് അങ്ങനെ സംസാരിക്കും, എന്താ കർത്താവ് ഇങ്ങനെ, ഐ ഡോണ്ട് നോ, പക്ഷെ ഐ വിൽ ഡു ഇറ്റ്. അനുസരിക്കും. ആ ടെസ്റ്റാ. അനുസരിക്കുമോ? താഴ്മയോടെ സമർപ്പിക്കുമോ? ചില ആളുകൾ അങ്ങനെ എല്ലാം കണക്ക് കൂട്ടി ആ സ്റ്റെപ്പ് വെക്കണം, അങ്ങനെ ചിലരുടെ. നോ. പീറ്റർ നോക്കി, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്നുത്തരം പറഞ്ഞു. എനിക്കറിയത്തില്ല കേട്ടോ, അവിടെ ഒന്നും എഴുതിയിട്ടില്ല, പക്ഷെ ഓർമ്മയിൽ വന്ന് കാണും. എടേ, ആ കഫർനഹൂമില് നമ്മുടെ വല്യച്ഛൻ്റെ ഭൂതം പോകുന്നത് നീ കണ്ടതല്ലേ? എന്ത് വരുന്നത്? പ്രസവം കൊണ്ട് കഴിഞ്ഞപ്പോൾ ഭൂതം പോയി. പിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി അമ്മായിയമ്മ, ഞാൻ ഓർത്തതാ ഈ കണക്ക് പോക്കാം, പക്ഷെ അമ്മായിമ്മ ചോടി എഴുന്നേറ്റുള്ളൂ. പിന്നെ ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് എല്ലാവരും കൂടെ ഇവിടെ കൈവെക്കുന്നവരെല്ലാം സൗഖ്യമാകട്ടെ, ഭൂതം നീ ഒന്ന് കാണും. വാക്ക് സാധാരണ ആളുകൾ പറയുന്ന വാക്കല്ല. ഹിസ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ജീസസ് വർദ്ധിക്കുകയാണ്. നീ മനസ്സിലാകുന്നില്ല, അങ്ങയുടെ വാക്കിന് ഞാൻ വലയിറക്കാം. തയ്യാറാണോ പ്രിയപ്പെട്ടവരെ? ദൈവസഭയോട് ഞാൻ ചോദിക്കുന്നു, കുടുംബങ്ങളോട് ചോദിക്കുന്നു, പല കാര്യം നമുക്ക് ദൈവം ഇടപെടുമ്പോൾ എല്ലാ കോണുകളും മനസ്സിലാകണമെന്നില്ല. ബട്ട് ആർ യു റെഡി? ഇഫ് ഇറ്റ് ഈസ് യുവർ വേർഡ് ലോർഡ്, ഐ വിൽ പുട്ട് ഡൗൺ ദ നെറ്റ്.
അപ്പോൾ ആളുകൾ കളിയാക്കാന്നിരിക്കട്ടെ, രാത്രിയിൽ മുഴുവൻ നിന്റെ പണി ഇത് എന്നാ കിട്ടാൻ, പോയി കിടന്ന് ഉറങ്ങടേ, വൈകിട്ടെങ്കിലും വല്ലതും പിടിക്കാൻ. നോ നോ, എനിക്ക് മനസ്സിലാകുന്നില്ല. എങ്കിലും നിന്റെ വാക്ക് ആ വാക്കാണ് ആകാശത്തെയും ഭൂമിയെയും ഉളവാക്കിയത്. ആ വാക്കാണ് സകലത്തെയും വിളിച്ചു വരുത്തുന്നത്. ആ വാക്കിന്റെ മുൻപിൽ മരണം പോലും മാറി നിന്ന് ലാസറസ് came out alive. ആ വാക്ക്, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. അന്ത്രയോസ് പറഞ്ഞാൽ ഞാൻ കേൾക്കത്തില്ല, യാക്കോബും യോഹന്നാനും പറഞ്ഞാൽ ഞാൻ കേൾക്കത്തില്ല. But it is your word. It is your word. Hallelujah. ഞങ്ങൾ ഒത്തിരി അധ്വാനിച്ചു, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. That is faith. കണ്ണ് പടച്ച് വിശ്വസിക്കും ബ്രദറെ, കുഴി ചാടും. വചനത്തിൽ അർപ്പിക്കുന്ന ആശ്രയമാണ് ഫെയ്ത്ത്. ചുമ്മാ ആളുകൾ കണ്ണോടച്ചങ്ങ് വിശ്വസിക്കും. കണ്ണോടച്ച് വിശ്വസിച്ചാൽ അത് വിശ്വാസമല്ല, ഇറ്റ് ഈസ് സൂപ്പർഫിഷ്യസ്. യേശുവിൻ്റെ വാക്കാണ് ആധാരം. വെള്ളത്തിന്മേൽ നടക്കാൻ അവിടുന്നാണെങ്കിൽ ഞാൻ നടക്കട്ടെ, കം, ഒറ്റ വാക്കാ. അവിടുത്തേൽ കാല് വെച്ചപ്പോൾ ശിവൻ പോലിരുന്നു. പിന്നീട് വിശ്വാസത്തിലൊക്കെ ഒരു ചെറിയ ക്ഷീണമൊക്കെ സംഭവിച്ചപ്പോഴാണ് അങ്ങോട്ട് പോയത്. സ്തോത്രം. എപ്പോഴും ഓർത്തോണം, ഇവിടെ we see faith. 6-ാം വാക്യം, അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. എന്താ കൈയടിക്കാൻ? ഇതിന് കൈ അടിച്ചിട്ടില്ലേ അല്ലേ? സമൃദ്ധിയുടെ സുവിശേഷകരുടെ ഒരു പ്രധാനപ്പെട്ട ടെക്സ്റ്റാണിത്. പാസ്റ്റർ നീ എന്താ പറയാൻ പോകുന്നത്, ഇങ്ങനെ ഇരിക്കുക. അപ്പൊ വേറെ ചിലരുടെ മനസ്സിൽ വരിക, ഇയാളല്ലേലും കൈയടിക്കാനുള്ളതൊന്നും ശരിക്കും സമൃദ്ധിയുടെ സുവിശേഷകർ ഇതിനെ മറ്റൊരു നിലയിലാണ് അവതരിപ്പിക്കുന്നത്. എന്താണ് അവരുടെ ആശയം? ഒന്നുമില്ലാതെ കറങ്ങി നിൽക്കുമ്പോൾ ആഴത്തിൽ വലയിറക്കിയാൽ നിനക്കെന്ത് കിട്ടും? നീ വലിയ പുള്ളിയാവും, സമൃദ്ധി ഉണ്ടാകും, കവിഞ്ഞൊഴുകും. എന്നാൽ ഈ ടെക്സ്റ്റിനെ നിങ്ങൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? യേശു ഇത് ചെയ്തത് പത്രോസിനെ പണക്കാരനാക്കാനാണോ? ഒരു കാര്യം ഞാൻ ദൈവമക്കളോട് ദൈവസ്നേഹത്തിൽ താഴ്മയോടെ ഞാൻ പറയാം. ഒരു വാക്കോ വാക്യാംശമോ എടുത്ത് മനസ്സിൽ വരുന്ന ആശയം നമ്മൾ സമർത്ഥിക്കാൻ ശ്രമിക്കരുത്. ഒരു വാക്കിൻ്റെയോ വാക്യത്തിൻ്റെയോ പശ്ചാത്തലം, അത് എഴുതിയിരിക്കുന്ന ഭാഗം നമ്മൾ നോക്കണം. ഇപ്പൊ ഈ വിഷയം 1-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെയാണ് ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ്. അതിന് മുൻപും പിൻപും ഉള്ളത് അതിൻ്റെ വിശാല കോണ്ടെക്സ്റ്റാണ്. എന്നാൽ ഇത് മനസ്സിലാക്കാൻ ആ സിമ്പിൾ കോണ്ടെക്സ്റ്റ് നോക്കിയാൽ മതി. വൈ ഡിഡ് ജീസസ് ഡു ദിസ് മിറക്കിൾ? മിറക്കിളാണോ പാസ്റ്ററെ? ഉറപ്പാണ്, ആഭാര മിറക്കിൾ. നേരിട്ട് അനുഭവസ്ഥരാണ് ഈ ശിഷ്യന്മാർ. പക്ഷെ ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ഒന്ന്, ഈ അത്ഭുതം കഴിഞ്ഞ ഉടനെ പത്രോസിനെയാണ് ഹൈലൈറ്റ് ചെയ്യുന്ന ലൂക്കോസ്. പത്രോസിനുണ്ടായ അനുഭവം, ഇദ്ദേഹം കർത്താവിൻ്റെ കാൽക്കൽ വീഴുകയാണ്. അയ്യോ, ഞാൻ ഭാവിയായ മനുഷ്യനാണ്. ഈ അത്ഭുതം അതാണോ ചെയ്തത്? അതെ. അപ്പൊ ജീസസ് എന്തിനാണ് ഇത് ചെയ്തത്? പീറ്റർ എന്ന് പറയുന്ന ഈ മനുഷ്യനെ
കർത്താവ് നേരത്തെ വിളിച്ചിട്ടുണ്ട്. കർത്താവിന് അവനെ അറിയാം. ആഴത്തിലുള്ള ഒരു സമർപ്പണത്തിലേക്ക് അവനെ കൊണ്ടുവരികയാണ്. അതിന് കർത്താവ് ഒരു മൊമെന്റ് ഓഫ് ടൈമിൽ ഒരു അത്ഭുതം ചെയ്യുകയാണ്. അതിൻ്റെ ഉദ്ദേശം അവനെ പണക്കാരനാക്കുകയല്ല, അവന് പാപബോധം വരിക. കർത്താവെ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. അത് മാത്രമാണോ? 10-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം കർത്താവിനോട് പറയുക, പേടിക്കണ്ട, ഭയപ്പെടേണ്ട. യോബ് പേടിച്ചു പോയോ? സമൃദ്ധിയുടെ സുവിശേഷകൻ ഇതാ മറക്കുന്നത്. ഈ വ്യക്തിയും കൂട്ടു സഹോദരങ്ങൾ സ്നേഹിതർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമ്പോൾ അവനിൽ ഉണ്ടായ ചില ആത്മീക അനുഭവങ്ങൾ, യേശുവിൻ്റെ വ്യക്തിത്വം അവന് വേണ്ട നിലയിൽ വെളിപ്പെട്ടു വരുമ്പോൾ, ഒന്നാമത് യേശുവിൻ്റെ വിശുദ്ധിയുടെ മുൻപിൽ അവൻ ഒരു പാപിയാണെന്നുള്ള ബോധ്യവും അവൻ ഭയന്നുപോയി. സ്തോത്രം. എന്നിട്ട് ഈ അത്ഭുതത്തെ തുടർന്ന് കർത്താവ് പറയുകയാണ്, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവർ ആകും എന്ന് പറഞ്ഞു. അല്ലാതെ നീ ഒന്ന് എണ്ണി നോക്കിക്കേടാ എത്ര മീനുണ്ടെന്ന്, ഇതുപോലെ നീ വലിയൊരു പുള്ളിയാകും, ഇതൊന്നുമല്ല. ഇത് ചെയ്തത്, ഇതവനെ കാണിക്കുന്നത്, അവൻ്റെ വിളി എന്ന് പറയുന്നത് മനുഷ്യരെ പിടിക്കുന്നത് എടാ ഇങ്ങനെ ആഴത്തിൽ സുവിശേഷത്തിൻ്റെ വലയിറക്കുമ്പോൾ ജീവനുള്ള മനുഷ്യരകത്ത് കയറും. എൻ്റെ വാക്കിന് നീ വലയിറക്കണം. നീ മനുഷ്യരെ പിടിക്കുന്നവരായി മാറും. അവൻ്റെ വിളിയെക്കുറിച്ചുള്ള ആഴമേറിയ ബോധ്യമാണ് ഈ അത്ഭുതത്തിലൂടെ പത്രോസിനെ ഗ്രഹിപ്പിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ശരിക്കും ഇത് ഇവിടെ ഇപ്പൊ കാണുന്ന ഈ അത്ഭുതമാണ് കർത്താവിനെ അനുഗമിച്ചാൽ അവരുടെ ശുശ്രൂഷയിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതിൻ്റെ ഒരു ഇലസ്ട്രേഷനാണ്. മനുഷ്യരെ പിടിക്കുമ്പോൾ അവർക്ക് മനുഷ്യരെ ദൈവം കൊടുക്കും. വീശുന്ന സുവിശേഷത്തിന്റെ വലയിൽ നാനാ ദിക്കുകളിലുള്ളവരകത്ത് കയറും എന്നുള്ള ദൂതിനെ അവരുടെ തൊഴിലിലൂടെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. മനസ്സിലായി? പോരാ. പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ, അയ്യേ നിങ്ങൾ പറഞ്ഞതെല്ലാം കയറും, നീ വലിയ പുള്ളിയാകും, അടുത്ത ഒരു അമ്പാണിയുണ്ട്, നീ ആണെന്നൊക്കെ അല്ലേ പറഞ്ഞത്, പക്ഷെ ഇത് മുഴുവനും അന്ന് വിട്ടേച്ചു പോവാന്നല്ലോ. അപ്പൊ ഇതിൻ്റെ ഉദ്ദേശം പണക്കാരനാക്കുക എന്നുള്ളതല്ല. പാപബോധം വന്ന് വിളിയെക്കുറിച്ചുള്ള ബോധ്യം വന്ന ഉടൻ യേശു ആരാണ് ആഴത്തിൽ തിരിഞ്ഞപ്പോൾ ഇതൊന്നും അല്ല എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് യേശുവിന്റെ പുറകെ പോവുക. അതിനായി അത്ഭുതം. ചില ആളുകൾക്ക് പ്രയാസമായി പോയോ, ഞങ്ങൾ എന്ത് കൈ അടിച്ചത്. പോട്ടെ. പണ്ടൊരിക്കൽ ഒരാൾ എന്നോട് പറഞ്ഞ് കൈ അടിച്ച് കയ്യെ കൂടെ ചോര വന്നു. ഗ്ലോറി, നിനക്ക് പോയി, ഇത്രയേ ഉള്ളൂ. എന്തുവല്ലും പ്ലാസ്റ്ററോ വല്ലതും വെച്ച് കെട്ടി സൗഖ്യമാക്കണം. കൈ അടിച്ച് ചോര വരുന്നതുകൊണ്ട് എന്താ? ടെക്സ്റ്റ് മനസ്സിലാക്കുക. വാട്ട് ഈസ് ദി ഇന്റൻഷൻ ഓഫ് ദാറ്റ് മിറക്കിൾ? God supernaturally working on Peter to bring him into a full surrender. നമ്മൾ 6-ാം വാക്യം വായിച്ചപ്പോൾ ഞാനിത് അവിടെ ഒന്ന് വിശദീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അത് അത്ഭുതം തന്നെയാണ്. സ്തോത്രം. ഈ അത്ഭുതമാണ് പെന്തക്കോസ്ത് ദിവസം നടന്നത്.
മുക്കവന്റെ മേൽ അഭിഷേകം വന്ന് എഴുന്നേറ്റ് നിന്ന് വചനം പറഞ്ഞു. ക്രിസ്തു കേന്ദ്രിതമായ വല, സുവിശേഷത്തിന്റെ വല, യാഥാസ്ഥിക യഹൂദന്മാർ പാപബോധമുണ്ടായി വലയ്ക്കകത്ത് കയറി 3000 എണ്ണത്തെ സ്നാനപ്പെടുത്തി, ദൈവവചനം വരെ പഠിപ്പിച്ചു. That's the miracle. എനിക്ക് നിങ്ങളോട് പറയാൻ നിയോഗമുള്ളത്, നമ്മളെ ഇതിന് കർത്താവ് വിളിക്കുന്നു. പീറ്ററിന്റെ കാര്യം പോലെ തന്നെ നമ്മളെ ഇതിനകത്തിരിക്കുന്ന ചിലതിനെ ദൈവം വിളിക്കുന്നു. Come on, push into the deep. വീട്ടിനകത്ത് 4 ഭിത്തികൾക്കകത്തിരുന്ന് കൈ സൂത്രത്തിൽ അടിക്കുകയല്ല, സൂമിൽ ഒന്ന് വന്ന് 2 വാക്ക് പ്രാർത്ഥിക്കല്. Come on, get into the street. Preach the word. വചനം പറ. ആത്മാക്കളെ ദൈവമാണ് തരുന്നത്. അല്ലാതെ ഇതിനകത്തിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ പാസ്റ്റർ, പ്രാർത്ഥിക്കുന്നുണ്ട്, ഓക്കെ, നല്ല കാര്യമാ. അപ്രീഷിയേറ്റ് യുവർ പ്രേയർ. പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. താങ്ക് ഗോഡ് ഫോർ ഓൾ ഹു പ്രേ. പക്ഷെ ആര് പോകും? ഈ വലയുമായിട്ട്, ഈ സുവിശേഷത്തിന്റെ വലയുമായിട്ട് ഡീപ്പായിട്ട് ആര് പോകും? ഡീപ്പ് ഡീപ്പ് ഡീപ്പ്. പക്ഷേ ഈ ഡീപ്പ് ഡീപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. പറയാം, മീനിനെ എവിടെ കിട്ടും? ഫിഷ് പോണ്ട് ഉണ്ട്. ആ മീനല്ലിത്. മീനിനെ വേണമെങ്കിൽ തടാകം വേണം, നദി വേണം, കടൽ വേണം. വെള്ളമുള്ളിടത്താണ് മീന്. മനുഷ്യരാകുന്ന മീൻ എവിടെ കിട്ടും? സമൂഹത്തിലേക്ക് ഇറങ്ങണം. അല്ല, ഞാൻ വിശുദ്ധിയും വേർപാടുവാ, അതുകൊണ്ട് ഞാൻ എവിടെ ഇരിക്കും? വീട്ടിൽ പോലും ബെഡ്റൂമിനകത്തേ ഇരിക്കും കുട്ടി. എല്ലാം വിശുദ്ധിയാ ബ്രദറെ. നോ, നിങ്ങൾക്ക് തെറ്റ് പറ്റി. ഗെറ്റ് ഇൻ ടു ദ സ്ട്രീറ്റ്. ആഴത്തിലേക്ക് നീക്കുക. ദൈവം നിങ്ങളെ വിളിക്കുന്നു. നിങ്ങളുടെ കരിയർ മാറും, ജീവിതം മാറും. ദൈവത്തിന്റെ കരത്തിൽ നിങ്ങൾ പ്രയോജനപ്പെടണമെങ്കിൽ ഇട്ടാവട്ടത്തിൽ നിൽക്കുക. Come on, move. എന്നിട്ട് വലയിറക്കണം. സുവിശേഷം. പത്രോസിനറിയാടാ, ഇതിനകത്തൊന്നും ഒരു മീനെ രാത്രി മുഴുവനും മീൻ ഉള്ള സമയത്ത് നോക്കിയിട്ടെന്താ, ഒന്നുമില്ല. പക്ഷെ വാക്ക് പറഞ്ഞത് ആരാന്നറിയാമോ? തടാകത്തെ ഉണ്ടാക്കിയവൻ, ഈ മീനിനെ ഉണ്ടാക്കിയവൻ, പത്രോസിനെ സൃഷ്ടിച്ചവൻ. He is saying go. ഞാനിങ്ങനെ അങ്ങ് ചിന്തിക്കുക കേട്ടോ. വലയിറക്കിയപ്പോൾ അരുമനാഥൻ മനസ്സിൽ ചിന്തിച്ച് കാണും, സകല മീനുകളും ചാടി വലയ്ക്കകത്ത് വരാൻ. സ്തോത്രം. മീനുകൾ തമ്മിൽ സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ട്, പറഞ്ഞു കാണും, ഇനിയും പിടിച്ചു നിൽക്കാനൊക്കത്തില്ല. ഇന്നലെ അവൻ ഇറക്കിയപ്പോൾ ഞാൻ പണി ഒപ്പിച്ചതാ, വെട്ടിച്ചതാ, ഇനിയും പറ്റത്തില്ല. നമ്മളെ സൃഷ്ടിച്ച അരുമനാഥൻ പറഞ്ഞു, ഞാൻ കൂട്ടി കയറുക. അങ്ങനെ നിത്യജീവനായി നിയമിക്കപ്പെട്ട കോയിപ്പുറത്തും പത്തനംതിട്ടയിലും കേരളത്തിലും ലോകവ്യാപകമായിട്ടുള്ള സകലരും come on, stretch out the net. സുവിശേഷത്തിന്റെ വല വിരിക്കുക. They will come inside. ദൈവമാണ് ആത്മാക്കളെ തരുന്നത്. അത് പ്രസംഗത്തിന്റെ വൈഭവം കൊണ്ടല്ല, അറിവിന്റെ ശ്രേഷ്ഠത കൊണ്ടല്ല. സുവിശേഷം, it is the power of God unto salvation. Don't waste your one life on earth. Don't waste your one life on earth. 1993 I resigned my job. ഒരുത്തൻ ഞങ്ങളുടെ ഓഫീസിൽ വന്ന് എന്നോട് പറഞ്ഞു, എബി, യു ഡോണ്ട് നോ ഹൗ ടു പ്രീച്ച്. എന്നിട്ട് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു, ഐ നോ ഹൗ ടു പ്രീച്ച്. ഞാൻ പോകുന്നില്ലെങ്കിൽ യു ഡോണ്ട് നോ, ഡോണ്ട് ഗോ. പക്ഷെ എനിക്ക് മനസ്സിലായില്ലൊന്നും. അതിനായി സ്തോത്രം. വലിയ ബുദ്ധിമാന്മാരായിരുന്നു, മനസ്സിലായി. എനിക്കത് മനസ്സിലായില്ല. എന്നെ കൂടെ ജോലി ചെയ്യുന്ന ഒരു തിരുവല്ലക്കാരൻ എന്നോട് പറഞ്ഞു, എബി ഒരു കാര്യം ഓർത്തോണം, എബിക്കൊരു മോളോടുണ്ടെന്നുള്ളത്. അതും എനിക്ക് മനസ്സിലായി. അയാൾ ഉദ്ദേശിച്ചത് കല്യാണം കഴിക്കണം എന്നൊക്കെ ഉള്ളതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നോട് ആരെങ്കിലും ചോദിക്കുക, വാട്ട് ഈസ് മിനിസ്ട്രി? ഐ ഡോണ്ട് നോ. എങ്ങോട്ടാ പോകുന്നത്? കേരളത്തിൽ പോവുക.
എന്തിനു പോവുക? കർത്താവിൻ്റെ വേല ചെയ്യാൻ. എന്താ ഈ വേല? ഐ ഡോണ്ട് നോ. ഇവിടെ ഞാൻ വന്നു കഴിഞ്ഞൊരു പാസ്റ്റർ എന്നോട് പറഞ്ഞു, സഹോദരാ, നിങ്ങൾ വിദേശത്തു നിന്നാ വന്നത്, ഒരൊറ്റയാൾ ഒരു പൈസ നിങ്ങൾക്ക് തരത്തില്ലെന്ന്. എനിക്കതും മനസ്സിലായില്ല. കാരണം ഞാൻ പൈസക്കല്ല വന്നത്. I didn't understand anything. But today, I thank God for His grace. I did not waste my life. ജീവിതം പാഴാക്കാതെ ദൈവം എന്നെ നിർബന്ധിച്ച് ഈ എളിവനായി എന്നെ ഈ ശ്രേഷ്ഠമേറിയ പണിക്ക് അവിടുന്ന് വിളിച്ചതോർത്ത് ഞാൻ എൻ്റെ ഉള്ളത്തിൽ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സ്തോത്രം, 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 സ്തോത്രം. അല്ല, അങ്ങനൊക്കെ പോയാൽ നമ്മുടെ കാര്യം അപ്പം എങ്ങനാ? എങ്ങനാ? ഇതാണ് പത്രോസും ചിന്തിച്ചത്. ഞാൻ വല ഇറക്കും, ഞാൻ പിടിക്കും, ഞങ്ങളുടെ മീനാണ്. എന്നിട്ട് വല്ലതും കിട്ടിയോ? ഇല്ല. ഇപ്പൊ കർത്താവ് ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു ഇലസ്ട്രേഷനാ നടക്കാൻ പോകുന്ന ശുശ്രൂഷയിൽ. മറിച്ച് ഒരാശയം, സകലത്തെയും പരമാധികാരമുള്ള ദൈവമാണ് നിയന്ത്രിക്കുന്നത്. ഈ കഷ്ടപ്പെട്ടിട്ട് നിനക്ക് എന്ത് കിട്ടി? സ്തോത്രം. പത്രോസ് ഭാര്യ ഉണ്ട്, പിന്നെ അമ്മയും വന്ന് താമസമായി. എന്ത് ചെയ്യാനാണ്? എനിക്കറിയത്തില്ല അന്ത്രയോസ് കൂടെ താമസിക്കാവുന്നത് ആണെങ്കിൽ എൻ്റെ ഭാവനയാണ്. അവനോട് പറഞ്ഞാലും അവൻ മാറത്തില്ല. എല്ലാവരും നമ്മൾ എന്ത് ചെയ്യും? സ്തോത്രം. ഞാൻ പറയാം, അത് 7-ാം വാക്യം. അവർ മറ്റ് പടകുകളിൽ കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന പടക് 2 മുങ്ങുമാറാവോളം നിറച്ചു. ജീവിതത്തിൽ ഇത്രയും മീൻകൂട്ടത്തെ കണ്ടിട്ടില്ല. അല്ല പാസ്റ്ററെ, അതപ്പം നിറവല്ലേ വന്നത്, സമ്മതിച്ചു. പക്ഷെ അത് എന്തിനാണെന്നുള്ളതാണ് വിഷയം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിനല്ല. അങ്ങനെ ആയിരുന്നു ഇതെല്ലാം വിറ്റ് കാശും കീശയിലാക്കിയിട്ട് പോണമായിരുന്നു. ഇതെല്ലാം കളഞ്ഞേച്ചാ പോയത്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഉദ്ദേശം എന്തായിരുന്നു? യാക്കോബും യോഹന്നാനെ എല്ലാം വിളിച്ചു. 2 പടകും മുങ്ങുമാറാവോളം നിറച്ചു. 8-ാം വാക്യം. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. അതിനാണ് ഈ അത്ഭുതം. കർത്താവെ, ഞാൻ പാപിയായ മനുഷ്യൻ ആകെ കൊണ്ട് എന്നെ വിട്ടുപോകണമേ. എന്തു പാപം? എന്തു പാപം? ഞാൻ വിളിയൊക്കെ കൊള്ളാം, എൻ്റെ ബലം, ഞാൻ വർക്ക് ചെയ്യും, ഞാൻ നേടും, ഞാനാണ് എൻ്റെ കുടുംബത്തെ പോറ്റുന്നത്. എന്നിട്ട് എന്നെ കിട്ടി ഇന്നലെ? അല്ല, ഇന്നലെ ഒന്നും കിട്ടിയില്ല. ആ ഞാൻ എന്നുള്ള ഭാവം ഒടിച്ച് മടക്കി കൈ തന്നു. യു കം ആഫ്റ്റർ മീ, ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ. എനിക്ക് സാക്ഷ്യമാണ് പറയാനുള്ളത് കേട്ടോ. ഒരജണ്ടയും ഇല്ലാതെ എറിഞ്ഞു കൊടുക്കണം ദൈവകരത്തിൽ. God is a wonderful God. ഇന്ന് വരെ കർത്താവിൻ്റെ കരുണയാൽ എനിക്കാരോടും പണം ചോദിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ പാസ്റ്റർ എങ്ങനെയാണ് ജീവിക്കുന്നത്? മനുഷ്യരാണ് തരുന്നത്, അത് സ്തോത്രത്തോടെയും സന്തോഷത്തോടെയും വാങ്ങും. അതുകൊണ്ട് അവരുടെ കസ്റ്റഡി ഞാനോട്ട് ആകത്തുമില്ല. കാരണം God is the provider. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ ആ സമയം മുതൽ ഈ കാഴ്ചപ്പാടായിരുന്നു എൻ്റെ ഉള്ളിൽ. ഞാൻ ടാക്സ് കൊടുക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ ദിവസം ബൈ ദ വേ, ടാക്സിനൊക്കെ സെക്രട്ടറി അതെല്ലാം ചെയ്യുന്നത് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു,
ഡീസൽ മാത്രം 1,30,000 രൂപ, ജസ്റ്റ് ഡീസൽ. അപ്പോൾ മറ്റേ കാര്യമോ അതൊന്നും ഇപ്പം പറയുന്നില്ല. പാസ്റ്റർ അപ്പോൾ ഇതെങ്ങനെയാ പാസ്റ്റർ? അതാ ഞാനും ചോദിക്കും ഇതെങ്ങനെയാണ്. എനിക്കും സംഭവം പിടിയില്ല, പക്ഷെ കാര്യം സൂപ്പറായിട്ട് പോകുന്നുണ്ട്. ഇതെൻ്റെ പേഴ്സണൽ കാര്യമാണ്, ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പ് വരാനാ. ഞാൻ എൻ്റെ ഔദ്യോഗിക ജോലി വിടുമ്പോൾ ലോകക്കാരൻ നോക്കിയാൽ ഉണ്ടല്ലോ, സംതിങ് ഇസ് റോങ് വിത്ത് ഹിം. ശരിക്കും ഞാനൊരു മിടുക്കാൻ, എനിക്ക് ഈ കണക്ക് കൂട്ടുന്ന അറിയില്ല. ഇപ്പോൾ ഒരാൾ എൻ്റെ മോടെ കാര്യം പറഞ്ഞ് ശരിയല്ലേ, അവൾ പഠിക്കണ്ടേ, അത് കൊച്ചു പിള്ളേരാണ്, ഇവർക്ക് ഫർദർ എഡ്യൂക്കേഷൻ ഇല്ലേ, അവിടെ കല്യാണമില്ലേ, മകൻ എഡ്യൂക്കേഷൻ ഇല്ലേ, ഹൗ ആർ യു ഗോയിങ് ടു ഡു ഇറ്റ്? വാസ്തവത്തിൽ എനിക്കറിയില്ലായിരുന്നു, സത്യമായിട്ടും എനിക്കറിയില്ല, ഞാൻ ചിന്തിച്ചില്ല. പക്ഷെ എനിക്ക് പറയാനുള്ള, അവർ പിള്ളേർ രണ്ടുപേരും പഠിച്ചില്ലേ? വിളിയുള്ളവൻ, ഫുൾ ടൈമിനുള്ളവൻ ഇറങ്ങാനും യേശുവിനെ മുഴുഹൃദയത്തോടെ അനുഗമനത്തിൻ്റെ പാതയിൽ എല്ലാവരും ഇറങ്ങണം. അപ്പം അവർക്ക് ജോലി വിടാനല്ല, ജോലിയോടുകൂടെ ആണെങ്കിലും ജോലിയല്ല വലുത്, ക്രിസ്തുവാണ് വലുത്. ഫുൾ ടൈം ഉള്ളവൻ, നിങ്ങൾക്കറിയാമോ, ഞാൻ ജോലി റിസൈൻ ചെയ്താൽ ഇറ്റ്സ് നോട്ട് വെരി ഈസി. റെസിഗ്നേഷൻ ലെറ്റർ എഴുതി കൈ കൊടുക്കാൻ നോട്ട് ദാറ്റ് ഈസി. യേശുവിൻ്റെ കാൽക്കൽ വീണു, കർത്താവേ ഞാൻ പാപിയായ മനുഷ്യൻ. എന്താ പീറ്റർ യുവർ പാപം? ഐ എം എ സെൽഫ് മെയ്ഡ് മാൻ എന്നൊക്കെ ചിലർ പറയുന്നത് കേട്ടില്ലേ? ആ സെൽഫ്, ആ തൻ്റെ ഇടം ബ്രോക്കൺ, ഏതാണ്ടാണെന്നുള്ള ഭാവം. ഐ ക്യാൻ ഡു സർട്ടൻ തിങ്, യു ക്യാൻ ഡു നത്തിങ്. എന്നെ വിട്ടുപോകണമേ എന്നവിടെ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ വരരുതേ, വിട്ടുപോകണേ എന്ന അർത്ഥത്തിലല്ല. ശരിക്കും പീറ്റർ ആ ദൈവീക വിശുദ്ധിയുടെ മുൻപിൽ തന്നെത്താൻ കാണുക. ഇതാണ് ശരിക്കും കർത്താവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടെങ്കിൽ മനസ്സിലാകുന്ന ആദ്യത്തെ ഐ ആം എ സിന്നർ. എനിക്ക് ഈ സന്നിധിയിൽ നിൽപ്പാനുള്ള കെൽപ്പില്ല. ഐ കാൺട്ട്. യു ആർ ഗോഡ് ഇൻ ഹ്യൂമൻ ഫ്ലഷ്. ആ അനുഭവം ഉണ്ടായ പിടിച്ചു നിൽക്കാൻ വയ്യാതെ ആ കാൽപാദത്തിൽ വീഴുകയാണ്. ഐ ആം എ സിന്നർ. ഏറ്റുപറയുക, ഐ ആം എ സിന്നർ. അല്ലാതെ യേശുവിനെ കണ്ടപ്പോ വേറെ ഏതാണ്ട് അനുഭൂതിയല്ല ഉണ്ടായത്. Look at that. യഹൂദാ ഗോത്രത്തിലെ സിംഹം അവിടെ അമറുകയല്ല, ചുമ്മാ ഉള്ള പിള്ളേരെല്ലാം കൂടെ അമറുക. He said, I'm a sinner. And he fell at the feet of Jesus. Praise the Lord. ആ 8-ാം വാക്യത്തിൽ നിങ്ങൾ നോക്കിക്കേ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു കാര്യം. നേരത്തെ എന്തെല്ലാം പറഞ്ഞു പാസ്റ്ററെ? ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. അടുത്തെന്താ? കർത്താവേ. 5-ാം വാക്യത്തിൽ നാഥ എന്ന് പറഞ്ഞ ലീഡർ, നേതാവേ. ഇപ്പൊ പറയുന്നത് എന്താ? കർത്താവേ, ലോർഡ് എന്ന് പറഞ്ഞ അർത്ഥം സർവാധിപത്യമുള്ളവനെ. യു ആർ സോവറൻ ഗോഡ്. കാഴ്ചപ്പാട് കണ്ടോ? യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെ കുറിച്ച് ആഴമായി മനസ്സിലാകുകയാണ്. ഉടനെ പറയുകയാണ്, എന്നെ വിട്ടുപോകണം, ഞാൻ പാപിയാണ്. യു ആർ ടു ഹോളി ലോർഡ്, യു ആർ ടു ഹോളി. എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോട് കൂടെയുള്ളവർക്ക് എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. അമേസ്ഡ്. യേശുവിന്റെ പഠിപ്പിക്കൽ അമേസ്മെന്റ് ഉണ്ടായിട്ടുണ്ട്, രോഗികൾ സൗഖ്യമാകുമ്പോൾ ഉണ്ടായിട്ടുണ്ട്, ഭൂതം പുറത്തു പോകുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഈ പെരുത്ത മീൻകൂട്ടം
അവനും പീറ്ററിന് മാത്രമല്ല കൂടെയുള്ള എല്ലാവർക്കും സംഭ്രമം പിടിച്ചു. അവരിങ്ങനെ കണ്ടിട്ടില്ല. ദിസ് ഇസ് അമേസിങ്. ഇത് മാനുഷികമായി അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയത്തില്ല. കാരണം അവർ രാത്രി അരിച്ചു മറക്കിയതല്ലേ, ബോധം കിട്ടിയതല്ല. ദിസ് ഇസ് ഗോഡ് ഇൻ ഹ്യൂമൻ ഫ്ലഷ്. എവിടെ മീനുണ്ടെന്ന് അവിടുത്തേക്കറിയാം. അവിടുത്തെ കൽപ്പന കേട്ട് മീൻ വലയ്ക്കകത്ത് വരും. താങ്ക് ഗോഡ് പീറ്റർ ഡിഡ് വാട്ട് ദ ലോർഡ് സെഡ്. നിന്റെ വാക്കിന് വലയിറക്കാം. ശീമോന്റെ കൂട്ടാളികളായി യാക്കോബ്, യോഹന്നാൻ എന്ന സെബദി മക്കൾക്ക് അവണ്ണം തന്നെ യേശു ശിമോനോട് ഭയപ്പെടണ്ട, ഇന്ന് മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവൻ ആകും എന്ന് പറഞ്ഞു. ദിസ് ഇസ് ആൻ ഇലസ്ട്രേഷൻ. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം. നീ ഒത്തിരി നാളീ മീനെ പിടിച്ച് കരക്കിടുമ്പോൾ ചത്തുപോകും. ഇത് ചത്ത പുള്ളികളെ സുവിശേഷത്താൽ പുതുതായിട്ട് ജനിപ്പിച്ച് നിത്യജീവനിലേക്ക് പിടിക്കാൻ, ദാറ്റ്സ് യുവർ കോളിംഗ്. ഇന്ന് മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നു. അത് മനസ്സിലാകാൻ ഉള്ള ഇലസ്ട്രേഷന് ഇതുപോലെയാണ് പിടിക്കുന്നത്. ആഴത്തിലേക്ക് നീങ്ങി വലയിറക്കണം, സുവിശേഷത്തിന്റെ വല. God will do the rest. ചൊവ്വാഴ്ച സുവിശേഷീകരണത്തിന് പോകാൻ ആളുണ്ടോ? പക്ഷെ നല്ല മെസ്സേജ് ആയിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോഴും ഓർക്കായിരുന്നു, ചൊവ്വാഴ്ച എനിക്ക് ദുബായിൽ നിന്ന് അളിയൻ്റെ മോൻ്റെ മോൻ വരുന്നത് ഫോനൊക്കത്തിൽ. അതിൻ്റെ അടുത്ത ചൊവ്വാഴ്ചയോ ഞാൻ ഇപ്പോഴാണ് ഓർത്തത്, പിള്ളേരുടെ അഡ്മിഷൻ എടുക്കുന്ന അമ്മ. അപ്പോൾ അത് നടക്കത്തില്ലല്ലേ. കൊട്ടിയും പാടിയും വെറുതെ ഇരിക്കാവുന്നേ ഉള്ളൂ. യു വിൽ വേസ്റ്റ് യുവർ ലൈഫ്. പതിനൊന്നാം വാക്യം, പിന്നെ അവർ പടകുകളെ കരയ്ക്കടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. കോൾ അതാണ്. അതെല്ലാവർക്കും ഉള്ള കോളാണ്. ടു ഫോളോ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജീവിത ശൈലി, അവിടുത്തെ പഠിപ്പിക്കൽ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രായോഗികമാക്കാനുള്ള വിളിയ. അതിന് ഒന്നും തടസ്സമല്ല, ബാക്കിയെല്ലാം സെക്കൻഡറിയാണ്. അപ്പോൾ തന്നെ ഇതിനകത്ത് അതോടൊപ്പം പൂർണ്ണ സമയം സുവിശേഷീകരണത്തിന് അങ്ങനെയുള്ളവർ അതിന് പോകണം. ആ കോളേജില്ല, ജോലിയോട് കൂടി സുവിശേഷീകരണമാ. എന്നാലും മനോഭാവം ഇതൊന്നും എൻ്റേതല്ല, ഇതൊന്നും എനിക്കുള്ളതല്ല, ദൈവമാണ് ഇതിൻ്റെ ഓണർ. ഓക്കെ, സ്തോത്രം. ചിലർ നേരത്തെ തന്നെ സിബിട്ടല്ലോ. അപ്പൊ പിന്നെ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. യേശുവിൻ്റെ വിളിയെയും ശിഷ്യന്മാരുടെ പ്രതികരണവും നമ്മുടെ മനസ്സിൽ ദൈവത്തിൻ്റെ ആത്മാവ് ആഴത്തിൽ പതിപ്പിക്കട്ടെ. Go through these verses. The Lord will speak to your hearts.